മസാല മാത്രം തിന്നോട്ടെ. അതിൻ്റെ ഇടയിൽ കൂടെ ആരും കാണാതെ 2-3 പീസും ഉണ്ട് കേട്ടോ. ആ തേങ്ങാക്കൊത്തിൽ വരെ ഈച്ച് ആൻഡ് എവരി മസാലയുടെ ടേസ്റ്റ് വന്നു. എൻ്റെ ചുണ്ടില് ലിപ്സ്റ്റിക് അധികമില്ല, നല്ല എരിവുണ്ട്, ചൂടുണ്ട്. എന്നാലും ഇങ്ങോട്ട് വാ. ഇതിന് വരെ പുകച്ചിലുണ്ട് കേട്ടോ, എരിവുണ്ട്. കെട്ടിയാൻ വിടത്തില്ല, അല്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളോട് വന്നേനെ. നമ്മൾ എന്തിനാണ് വന്നിട്ടുള്ളത്? അതെ, ഇത് നമ്മള് ഒരു സ്പെഷ്യലുമായിട്ടാ വന്നേക്കുന്നത് അല്ലേ? അത് നമ്മുടെ മുയലിറച്ചിയാണ് കേട്ടോ. എന്നാ അതിന്റെ പുറകെ ഉള്ളൊരു കഥ പറയാം. സത്യത്തില് നമ്മുടെ ക്രിസ്മസ് ഷൂട്ടിനുള്ള താറാവിനെ പിടിക്കണമല്ലോ. അപ്പൊ നമ്മുടെ ഫ്രണ്ടിന്റെ ഫാമിലാണ് പോയി പിടിക്കാൻ പോയത്. താറാവിനെ പിടിക്കാൻ പോയപ്പോൾ നല്ല ക്രഷറിന്റെ അവിടെയുള്ളൊരു ഫാമിൽ പോയപ്പോൾ അത്യാവശ്യം നമ്മളിവിടെയൊക്കെ കാണാൻ അറിയാം 2-3 മുയല് നമ്മുടെ കാറിന്റെ മുമ്പിൽ കൂടെ ചാടി ഓടി. അത് കണ്ടത് ഒരാളുടെ നെഞ്ചിൽ വല്ലാതെ പെടപെടപ്പ്. മനസ്സിലായ ആ ക്യാമറയുടെ പുറകിൽ നിന്ന് ഇത് കട്ട് ചെയ്ത് കളയുന്നത് പറഞ്ഞു ചേച്ചി. അപ്പൊ മുതലേ എന്ത് പറഞ്ഞു, നമുക്ക് മുയൽ. അപ്പൊ നമ്മൾ താറാമിനെ മേടിച്ച് നമ്മൾ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി കടയിൽ കൊണ്ട് കൊടുത്തു. ഈ പപ്പും മുടിയൊക്കെ പറിച്ച് വൃത്തിയായിട്ടില്ല. അപ്പൊ നോക്കുമ്പോൾ അവിടെ കൂട്ടിൽ കിടന്നൊരു താറാവ് ഇങ്ങനെ മുയലിങ്ങനെ അവനെ നോക്കി ചിരിച്ചു. ആ മുയലാണ് ഈ മുയല്. ആ ചിരിച്ച മുയലിനെ അവൻ പിടിച്ചു. ആ മുയലിനെ കയറി ഇവരങ്ങ് പിടിച്ചു. അത് ഞാൻ അങ്ങോട്ട് ഫ്രൈ ആക്കി. ആര് തിന്നും? ആദ്യം നമുക്ക് മഞ്ഞപ്പൊടി ഇടാം. ഒരു അര ടീസ്പൂൺ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. മലയാളികളായോണ്ട് കൈ കൊണ്ടെടുത്തോ കേട്ടോ. ഉപ്പ് നമ്മള് കുറച്ച് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മസാല ചേർക്കുമ്പോ ഇടാം. ബീഫ് മസാല, ഇത് നമ്മള് വീട്ടിൽ പൊടിച്ച ബീഫ് മസാല. സ്പെഷ്യൽ റെസിപ്പി പറഞ്ഞാണ് ഞാൻ ഇതിനകത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചേക്കാട്ടോ. ഒരു പിഞ്ച് കാശ്മീരി മുളക് പൊടിയാണ് വേണ്ടത്. കാശ്മീരി, ഇത് രണ്ടും കൂടെ മിക്സ് ആണ്. കാശ്മീരി ഇട്ടോട്ടെ. കാര്യം എന്താന്ന് ചോദിച്ചാൽ നമ്മൾ അതിനകത്ത് വേറെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. അപ്പം ഇവരുടെ സ്വഭാവം നമുക്ക് അറിയത്തില്ല, ഇത് മൂത്തതാണോ ഇളയതാണോ എന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഒരു 2 വിസിൽ വന്ന് നോക്കിയിട്ട് തുറന്നു നോക്കാം. അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് വേവിക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ ഉരുളിയിലിടാം. നമ്മളിങ്ങനെ മസാലയൊക്കെ പരട്ടി വെച്ച നമ്മുടെ ഇറച്ചി എടുത്ത് ഇതിലേക്ക് ഇടും. ഇനി ഒരു 1/2 ഗ്ലാസ് ഇത്ര വെള്ളം കൂടി ഒഴിച്ച് നമ്മൾ വേവിക്കുക. അന്നമ്മ അപ്പൊ ആവശ്യം പോലെ കറിവേപ്പില കേട്ടോ. ചേച്ചി മൂടുവാണോ? മൂടുക. 2 വിസിൽ അല്ലേ? 2 വിസിൽ. ഇതിങ്ങനെ ഇരുന്നൊന്ന് വെന്തോട്ടെ. ആ സമയം കൊണ്ട് തന്നെ നമുക്ക് അടുപ്പ് തീ കത്തിച്ച് നമ്മുടെ ചട്ടി വെക്കാം. നമ്മളിതാ ഒരു ചീനിച്ചട്ടി വെച്ചു. ഈ ഇറച്ചി ചട്ടിയിൽ ചുട്ടതായതുകൊണ്ട് തന്നെ ഒരു ഇരുമ്പിന്റെ ചീനിച്ചട്ടിയാണ് ഏറ്റവും നല്ലത്. ചേച്ചി, ഇത് നമ്മുടെ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ്. നമ്മുടെ പുതിയ കച്ചവടമാണ്. അതല്ലേ, ഒരു വണ്ടി തന്നു വിടാൻ മറന്നിട്ട്. അപ്പൊ നമുക്ക് ഇത് ഒരു ചട്ടിയിൽ ചുട്ടതായതുകൊണ്ട് തന്നെ നമുക്കൊരു 2-3 സ്പൂൺ എണ്ണ വേണം. കാര്യം എന്ന് വെച്ചാൽ അത് അതിൽ കിടന്നൊന്ന് ആവാനുണ്ട്. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരമുറി തേങ്ങാക്കൊത്താണ് കേട്ടോ. അന്നമ്മയ്ക്ക് കൊതിപ്പിച്ച് തിന്നുമ്പോഴേ ഇച്ചിരി കടിക്കാനും പറിക്കാനൊക്കെ വേണം. അതുകൊണ്ട് ഞാന് പ്രത്യേകമായിട്ട് നമ്മുടെ 2 വിസിൽ വന്നു കേട്ടോ. ഓഫ് ചെയ്തു. ഒരു സ്മെല്ലൊക്കെ വരുന്നില്ലേ? അപ്പം നമുക്ക് ഇതാ കണ്ടോ, നമ്മുടെ അരമുറി തേങ്ങാക്കൊത്ത്. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഡിഷ് നല്ല ടേസ്റ്റി ആവണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു ഡിഷിനോടുള്ള ഒരു സ്നേഹം അറിയണം. എനിക്ക് തരുന്ന റെസിപ്പി ജന്മത്തിൽ ഞാൻ കാണാത്തതും കേൾക്കാത്തതാണ് പ്രശ്നം. ഒരാഴ്ച ആദ്യം വീട്ടിൽ വന്ന് നിന്നിട്ട് ഇതൊക്കെ തിന്നിട്ട് വേണമായിരുന്നു എന്നെ പഠിപ്പിക്കാൻ. ഇത് നമുക്ക് അർത്ഥം പറ്റും. ഞങ്ങൾ വരുന്നുണ്ട്. തീർച്ചയായിട്ടും വരണം. നമ്മള് അതിനുള്ള നിങ്ങളെ ഹാർദവുമായിട്ട് സ്വീകരിക്കാം. അത് തന്നെയല്ല, അന്നമ്മയുടെ പ്രേക്ഷകരും കൂടെ നമ്മുടെ കൂടെ പോന്നോട്ടെ. നമ്മുടെ ആദ്യത്തെ നമ്മുടെ താറാവ് പൊള്ളിക്കുന്ന എപ്പിസോഡിൽ തന്നെ കുറെ പേര് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അതല്ലേ, തേങ്ങാക്കൊത്തെ അത്യാവശ്യം ഒന്ന് മൂത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ആവുന്നതിന് മുമ്പ് നമ്മള് ചെറിയുള്ളി 200 ഗ്രാം ചെറിയുള്ളിയാണ് ചതച്ചത്. അരക്കരുത് അല്ലേ? ഒരു കാരണവശാലും ചതച്ചാ മതി. ഈ അരയ്ക്കുന്നതിലും ചതയ്ക്കുന്നതിലും ടേസ്റ്റിന് വ്യത്യാസമുണ്ട്. നമ്മൾ ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. ആവശ്യം പോലെ ഇട്ട് കൊടുക്കാം. ഇത് ഈ പറമ്പിൽ ഇഷ്ടം പോലെ ഉണ്ടെന്ന് ഞാൻ കണ്ടു. ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മള് നമ്മുടെ സവോള ഇട്ട് കൊടുക്കുവാണേ. ഇത് 3 സവോള അരിഞ്ഞത് അല്ലേ. ഉപ്പും എരിവും ഒക്കെ നിങ്ങളുടെ വീട്ടിൽ എത്രയാണ് യൂസ് ചെയ്യുന്നത് അതാണ് നോക്കേണ്ടത് കേട്ടോ. ഇനി നമ്മുടെ സവോളയും നമ്മുടെ ചെറിയുള്ളിയൊക്കെ ഏകദേശം ഒന്നായി വന്നപ്പം ഒരു ചെറിയ പിടുത്തം കാന്താരി ചതച്ചതാണ് കേട്ടോ. ഇത് എന്നത്തിനാ ഇടുന്നതെന്ന് ചോദിച്ചാൽ കാന്താരി ഇല്ലാത്ത ഒരു ജീവിതം ഇല്ല, അത് വേണം. പിന്നെ ഇതില് ഒരു തേങ്ങാക്കൊത്തിന്റെയും ഒരു കാന്താരിയുടെ കടിയൊക്കെ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. ഈ സവോള ഇങ്ങനെ വഴന്ന് വരുമ്പോഴേ നമ്മളിതാ 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടേക്കുവാണേ. അതെന്താണെന്ന് ചോദിച്ചാല് നമ്മള് ഇത് ഈ സമയത്ത് ഇട്ടത് എന്നാന്ന് ചോദിച്ചാല് നമ്മളിപ്പോ ഇറച്ചിയിൽ വേവിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ആ ഫ്ലേവറൊക്കെ ഒന്ന് വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിന്റെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കിയാൽ മതി. അത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് വറ്റൽമുളക് കൃഷി ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ.
അപ്പോൾ നമുക്ക് ആ ഒരു മസാലയ്ക്കൊക്കെ ഉള്ളൊരു ആ സ്മെല്ല് ഇങ്ങോട്ട് വരുന്നുണ്ടോ ഈ സമയത്ത് ഇടുമ്പോൾ കിട്ടുന്നുണ്ട്. പക്ഷെ നിങ്ങൾ വേറെ ചട്ടിയിലൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിലും എണ്ണ കുറച്ചാണ് ഉണ്ടാക്കുന്നതെങ്കിലും ഒരു കാര്യം ശ്രദ്ധിക്കണം, ആദ്യമേ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടാൽ അടുക്കി പിടിക്കും കേട്ടോ. അങ്ങനെ വരാതിരിക്കാനാണ് ഇപ്പോൾ ഇങ്ങനെ ഇട്ടാൽ ഒന്നും ആവത്തില്ല. ആ സവളയ്ക്കൊക്കെ ആ ഒരു ഫ്ലേവർ കിട്ടുകയും ചെയ്യും. ഇനി ആ പച്ചച്ചൊവയൊന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തോട്ട് ഇതാ നമ്മുടെ വറ്റൽമുളകാണ് കേട്ടോ. അത് പാണ്ടിമുളക് കേട്ടോ. ഇനി നമുക്കേ നമ്മുടെ ബാലൻസ് വന്ന മഞ്ഞപ്പൊടി കുറച്ച് ഇത് നമ്മുടെ ഒരു സ്പൂൺ ഇട്ടു. ബാലൻസ് വന്ന കാശ്മീരി ചില്ലി ഒരു പിഞ്ച്. ഒന്നും വേസ്റ്റ് ചെയ്യരുത് കേട്ടോ, ഒരു സാധനം വേസ്റ്റ് ചെയ്യരുത്. ഇനി നമുക്ക് നമ്മുടെ ഇറച്ചി വെന്തോന്ന് നോക്കണം. ഇനി ഇത് തട്ടാനുള്ള സമയം. ഓ വെന്തു. ഓ വെള്ളം അടക്കം മറിക്കണം. നമ്മുടെ ഇറച്ചി വെന്തിട്ടുണ്ട്. 2 വിസിലിൽ തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. ചേച്ചി നമ്മളെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ കുക്കറിലല്ല വേവിക്കുന്നതെങ്കിൽ ഇറച്ചി ആദ്യം വേവിച്ച് മാറ്റി വെക്കണം? വേണ്ട വേണ്ട, മസാലയിൽ ഇട്ടങ്ങ് വേവിക്കണം. അപ്പോഴാണ് അതിന്റെ ആ ടേസ്റ്റ് വരും. പുരിഞ്ഞതാ നമ്മൾ ഇപ്പൊ എളുപ്പപ്പണിക്ക് വേണ്ടി ചെയ്യുന്നതാണ് ശരിക്കും. അല്ലെങ്കിൽ ഇത്ര ആയതിനു ശേഷം ഇറച്ചി ഇട്ട് കൊടുത്തേക്കാം. ചെറിയ തീയിൽ അങ്ങോട്ട് വെച്ച് അലക്കണം അല്ലേ. എന്നിട്ട് ഇത് മൂടി വെച്ച് ഇങ്ങനെ വേവിച്ച് ഇത് നല്ല പോലെ ഉണങ്ങി കറുത്ത് വരണം. അടച്ചു ഇടയിൽ പിന്നെ തുറന്നു നോക്കണം. അപ്പൊ ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ വളരെ ഉത്സാഹത്തോടെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതറിയാലോ കാര്യം. രുചിയും വന്നു, എന്റെ കൂടെ പുകയും വന്നു. നല്ല അടിപൊളി രുചിയൊക്കെ പാകമായിരിക്കും. നമുക്ക് അവസാനം നോക്കാം. അപ്പൊ ഞാൻ വളരെ നിരാശയോടെ വീണ്ടും അടച്ചു വെക്കുന്നു. ചേച്ചി എന്നെ തൊടാൻ സമ്മതിക്കുന്നില്ല. എന്റെ എല്ലാ പിടിയും വിട്ടു. കറുത്ത് വരുന്നു. ഇനി നമ്മളിത് തുറന്ന് വെച്ച് ഇങ്ങനെ ഇളക്കി ഇതിനെ ഒന്ന് നല്ല ഡ്രൈ വേണ്ട, ഇനി അടക്കണ്ട. ഇനി നല്ലപോലെ ഡ്രൈ. അതാണ് ലാസ്റ്റ് നമ്മുടെ മേക്കപ്പ് ആണ് കേട്ടോ അവരുടെ. ഇതാ 1 സ്പൂൺ എണ്ണ, ഇത്രയും മതി. ഒരു ഇച്ചിരി പച്ചക്കറി വേപ്പിലയും കൂടെ. അതിന്റെ ഗാർണിഷിങ്ങും കഴിഞ്ഞു, ഡെക്കറേഷനും മേക്കപ്പും എല്ലാം കഴിഞ്ഞു. ഇത് കുറച്ചും കൂടെ നിങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് കറുത്തോട്ടെ. അന്നമ്മയ്ക്ക് ക്ഷമയില്ല, അതുകൊണ്ട് ഇത് കോരി കൊടുക്കാൻ പറ്റത്തില്ല. നമ്മുടെ അന്നമ്മയുടെ ക്ഷമയെ നമ്മളങ്ങ് പരീക്ഷിച്ച് ഇനി കൊടുത്തില്ലെങ്കിൽ അത് എന്നെ കൊല്ലും. അതിലും ഭേദം അങ്ങ് കൊടുത്തേക്കാം. അപ്പോ ഏകദേശം 1 മണിക്കൂർ എന്നെ ഇട്ട് കൊതിപ്പിച്ച് അല്ലേ എല്ലാം പരീക്ഷിച്ചതിന് ശേഷം ആദ്യം തീറ്റ പിന്നെ വർത്താനം. ചേച്ചി എല്ലില്ലാത്ത പീസ് ഇന്ന് നോക്കാം. ഓക്കെ, ജലദോഷം എന്നാ പോലും അന്തരാത്മാവിലോട്ട് വടം കയറുന്നത്. അയ്യോ ഇതുപോലത്തെ ടേസ്റ്റ് എന്ന് പറയട്ടെ. ചെറുപ്പത്തില് നമ്മളൊക്കെ സ്ഥിരം പരിപാടി എന്താണെന്ന് വെച്ചാൽ തവളയുണ്ട്. തവളയുടെ കാല് വറുത്ത് തരില്ലേ, നല്ല മസാല ഇട്ടിട്ട്. സെയിം ടേസ്റ്റ്. അതെല്ലേ, ആദ്യമായിട്ടാണോ മുയലിനെ തിന്നുന്നത്? ഇതൊന്നും ലൈവിൽ കാണാൻ വേണ്ടിട്ടാ ഞാൻ ഓടി ഇവിടെ വരെ എത്തിയ. ദൈവമേ എനിക്ക് വയ്യ. ഓ ശ്രദ്ധിക്കണം കേട്ടോ, പതിയെ കഴിച്ചാൽ മതി. എരിവ് ഉപ്പും ഒക്കെ പാകാണോ? ഇനി എരിവുണ്ടെങ്കിലും സന്തോഷമാണ്. നൈസ് പത്തിരി. ചേച്ചി പത്തിരി ഒന്നും വേണ്ട, ഒരു കാര്യമില്ല. ഇതാണ് നല്ല ഒന്നാന്തരം പത്തിരി മുയൽ സാൻഡ്വിച്ച്. എങ്ങനെയുണ്ട്? പാവ ഒരു മുയല് എല്ലാം കൂടെ തിന്നൂലേ. ഒരു രക്ഷയില്ല. സമാധാനത്തിന് വേണമെങ്കിൽ കുറച്ച് ചാറും കൂടി ഇട്ട് കുറച്ച് നമുക്ക് നോക്കാം. കുറച്ച് കറി അങ്ങോട്ട് ഒഴിക്കുവാണേ. സത്യത്തിൽ എനിക്ക് ഇതിനോട് വലിയ യോജിപ്പൊന്നുമില്ല കേട്ടോ. ഈ കുഴച്ചളിച്ച് തിന്നുമ്പം എല്ലാവരും എന്നെ പൊങ്കാല ഇടും. ഞാനിപ്പോ നേരിട്ടിരുന്ന് കുഴക്കണ കാണുമ്പോ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഒന്നും തോന്നുന്നില്ല, വിഷമം തോന്നുന്നുണ്ടോ? ചേച്ചി നല്ലൊരു പീസ് എടുത്തിട്ട് ഇതിന്റെ മൂടിലേക്ക് ഇങ്ങ് വെച്ച് തരണം. തേങ്ങാക്കൊത്തും കറിവേപ്പിലൊക്കെ ഉണ്ട്, ശ്രദ്ധിച്ച് കഴിക്കണം കേട്ടോ. എല്ലാം കൂടി ഇങ്ങനെ ഇട്ട് കുഴച്ച് ചേച്ചിനെ വേണമെങ്കിൽ ഒന്ന് നോക്കിയിട്ട്. ചാറ് ഒഴിച്ചപ്പോൾ ഇത് തിന്നാൻ സുഖമാണ്, പക്ഷെ ചാറ് ഒഴിക്കാതെ വേറെ ഒന്നും പാടില്ല. നിങ്ങൾ ചോറാണെങ്കിൽ ചോറും ഈ സാധനം ഇട്ട് കുഴച്ചാൽ മതി. ഡ്രൈ പൊറോട്ട ചപ്പാത്തി എന്താണെങ്കിൽ ഇത് മാത്രം മതി. വേറെ കറികൾ ഒഴിച്ച് നമ്മളതിനെ നശിപ്പിക്കണ്ട അല്ലേ, ടേസ്റ്റ് കളയണ്ട. മസാല മാത്രം തിന്നോട്ടെ. അതിന്റെ ഇടയിൽ കൂടെ ആരും കാണാതെ 2-3 പീസും ഉണ്ട് കേട്ടോ. ആ തേങ്ങാക്കൊത്തിൽ വരെ ഈച്ച് ആൻഡ് എവരി മസാലയുടെ ടേസ്റ്റ് വന്നു. എന്റെ ചുണ്ടില് ലിപ്സ്റ്റിക് അധികമില്ല, അതിൽ എരിവുണ്ട്, ചൂടുണ്ട്. എന്നാലും ഇങ്ങോട്ട് വാ. ഇതിന് വരെ പുകച്ചിലുണ്ട് കേട്ടോ, എരിവുണ്ട്. കെട്ടിയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളോട് വന്നേനെ. ഞാൻ സത്യമായിട്ടും നീറ്റ നിർത്തി.
പക്ഷേ റിൻസേച്ചിന് നല്ലൊരു ഉമ്മ കൊടുത്തതിന്റെ സ്നേഹത്തിൽ റിൻസേച്ചി ഇതേ കുറച്ച് മസാലയും തേങ്ങാക്കൊത്തിന് 2 പീസും കൂടെ തന്നു. നമ്മളങ്ങനെ സ്നേഹമുള്ളവരെ നിഷേധിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. നമ്മള് പറ എന്റെ ദൈവമേ, ഇനി അടുത്ത പ്രാവശ്യം അവിടെ വരുമ്പോൾ ഇനി ഇത് തിന്നാൻ പറ്റത്തുള്ളൂ അല്ലേ? അപ്പൊ ഞാൻ വേറെ സ്പെഷ്യൽ തരാം. പല്ല് പൊട്ടുന്ന സൗണ്ടാണോ എല്ല് പൊട്ടുന്ന സൗണ്ടാണോ? നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്നാന്നറിയോ, നമ്മൾ ഇറച്ചിയാണേലും മീനാണേലും നമ്മൾ കഴിക്കുമ്പോൾ അതിനൊരു നാച്ചുറൽ ടേസ്റ്റ് ഉണ്ട്. മീനാണേലും ഇറച്ചിക്കാണേലും ഒരു ടേസ്റ്റ് ഉണ്ട്. ഒരുപാട് മസാലകൾ ഇങ്ങനെ ഇട്ട് അതിനെ പെരട്ടി നശിപ്പിക്കാതെ എന്താ ചെയ്യുക, ആ നാച്ചുറൽ ടേസ്റ്റ്. നമുക്കൊരു ബീഫ് ആണെങ്കിൽ ബീഫിന്റെ രുചി നമുക്ക് വരണം, മീനാണെങ്കിൽ മീനിന്റെ രുചി വരണം. അങ്ങനെ ഒരു രീതിയിൽ തനി നാടൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊടിയിലൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് കുക്ക് ചെയ്ത് കൊടുത്തേ ആരോഗ്യം നന്നാവും, അത് രോഗങ്ങൾ ഉണ്ടാവില്ല. വയറ്റിൽ ചെന്നാലും നല്ലത്, വയറ്റിൽ നിന്ന് പോകാനും നല്ലതല്ലേ. നമ്മുടെ റെസിപ്പി ഇഷ്ടമായല്ലോ. അപ്പൊ ഇതുപോലെ കിടിലൻ റെസിപ്പീസ് റിൻസേച്ചിയുടെ ചാനലിലുണ്ട് കേട്ടോ. കുറെ ഞാൻ അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കയറി നോക്കണം. അപ്പൊ അടുത്ത വീഡിയോ വരുന്നവരെ റിൻസേച്ചി ബൈ.